കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടല്ലോ എന്നാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്ന ദിവസം തേങ്ങ ചിരകാൻ മടിച്ചിട്ട്, അതായത് ഈ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ മടിച്ചിട്ട് പഞ്ചസാര തൂളി തിന്ന എന്നിൽ ഒരു മടിച്ചി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും അത് തന്നെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ കൊടുക്കുന്നതിൽ അവരും കഴിക്കുള്ളൂ. എന്നാൽ ഈ ഒരു ഉള്ളിച്ചമ്മന്തി വന്നതിന് ശേഷം ഉണ്ടല്ലോ, എപ്പോൾ ദോശ ഉണ്ടാക്കിയാലും വീട്ടിലെ കുട്ടികൾക്കാണേലും ഹസ്ബൻഡിനാണേലും എല്ലാവർക്കും ഈ ഒരു ഉള്ളിച്ചമ്മന്തി മസ്റ്റാണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്തോളൂ, അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തോളൂ. ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റണേ. നന്നായിട്ട് വഴന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ അതിനകത്തേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഈ മുളക് പൊടി ഒന്ന് പച്ചമണം മാറുന്നോണം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് ഒറ്റ ഒരു അടിയടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ പാടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ദോശയൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കാം. ഇനി ഈ ഒരു ഉള്ളിച്ചമ്മന്തിയും കൂട്ടി അങ്ങ് ദോശ കഴിച്ചാലുണ്ടല്ലോ, എത്ര ദോശ വേണമെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഇരുപ്പിൽ കഴിക്കും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ മുട്ട തിന്നാൻ മടുപ്പുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു മസാല കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.